കൂട്ടുകാരന്റെ കല്യാണത്തിന് പോയാലോ? ഞങ്ങളെ വീടിന്റെ അടുത്തായതുകൊണ്ട് തന്നെ താത്തിയും സനും തനും ആപ്പാപ്പയും ഉപ്പച്ചി മോനും ഉണ്ടായിരുന്നു. സീറ്റ് മുഖ്യം ബിഗിലെന്നും പറഞ്ഞുകൊണ്ട് ആസി മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. കല്യാണത്തിന് ഉമ്മച്ചി വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലസമോളെ ഉമ്മച്ചിന്റെ അടുത്താക്കിയിട്ടാണ് പോയിണ്ടായിരുന്നത്. കൽപ്പറ്റയിലുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെ ആയിരുന്നു കേട്ടോ കല്യാണം ഉണ്ടായിരുന്നത്. ഫുഡ് അടി സ്ഥലത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. തിരക്കുണ്ടതോടെ സനുനും തനുനും ചോറെങ്ങാനും തീർന്നു പോകുന്നുള്ള ടെൻഷനാണ്. ഓരോ ടെൻഷൻ കാരണം നമ്മൾ അവസാനം വേഗം ഓരോ പിടിച്ചിരുത്തി. സനുവിന്റെ തീറ്റ കണ്ടാൽ അത് വിശപ്പിന്റെ ഊക്കൊണ്ടാണെന്ന് നമ്മൾ വിചാരിച്ചാലും അങ്ങനെയല്ല ഗൈസ്. ഐസ്ക്രീം എങ്ങാനും തീർന്നാലോ എന്നുള്ള പേടി കൊണ്ടാണ്. നല്ല ഈന്തപ്പഴ അച്ചാറും കൂട്ടി ഒരു പ്ലേറ്റ് ബീഫ് ബിരിയാണി ഞാനും അകത്താക്കി. ഫുഡടി കഴിഞ്ഞപ്പോ പല നിറത്തിലും നിലവാരത്തിലുമുള്ള ചായകളൊക്കെ ഉണ്ടായിരുന്നു. ഈ തിരക്കിന്റെ ഇടയിൽ നിന്ന് തനു ഏതൊരു ചായ കൊടുന്നു. ഞാൻ അത് ടേസ്റ്റ് ചെയ്തു. അപ്പോഴാണ് ഉമ്മച്ചി വിളിച്ചു പറഞ്ഞത് മോള് നീറ്റിക്ക് കല്യാണമൊക്കെ കൂടിയത് മതി വേഗം പോന്നോളി. പെരയത്തെ ചൂല് ആസിമോ നശിപ്പിച്ചത് കാരണം ചൂല് വാങ്ങാതെ ഈ പെരേന്റെ അകത്തേക്ക് കാലുത്തണ്ട ഉമ്മച്ചി ശക്തവും വ്യക്തവുമായി പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട് നമ്മൾ ചൂല് വാങ്ങാൻ നിർത്തിയതാണ്. സീറ്റിൽ ആസിമോനെ കണ്ടുള്ള സനുവിന്റെ നിലവിളി ശബ്ദം കേട്ടിട്ട് എടുത്തോണ്ടേ. അപ്പൊ ഇന്നത്തെ